നടതുറപ്പുത്സവത്തോടനുബന്ധിച്ച തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരക്കേറുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിനംപ്രതി ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്നത്. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PU രാധാകൃഷ്ണന്റെ വാക്കുകളിലേക്ക്. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ജാനുവരി 12 മുതൽ ആഘോഷിക്കുകയാണ്. 8 ദിവസം പിന്നിട്ട ഈ നടതുറപ്പ് മഹോത്സവത്തിൽ ആദ്യ ദിവസം മുതൽ തന്നെ വൻപിച്ച ഒരു ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് നട തുറക്കുകയും 1:30-ക്ക് നട അടച്ച് വീണ്ടും 2 മണിക്ക് തുറന്ന് രാത്രി 9 മണി വരെയാണ് ദർശന സമയമെങ്കിലും ഇത് 9 മണി കഴിഞ്ഞ് 12:30 വരെ രാത്രി ഈ ഭക്തജന തിരക്ക് കൊണ്ട് നട അടയ്ക്കാൻ വൈകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശനി ഞായർ തീയതികളില് 4 മണിക്ക് പകരം 3 മണിക്ക് തന്നെ നട തുറന്ന് അത്രയും ആളുകളെ തലേദിവസം രാത്രി ക്യൂ ഗ്രൗണ്ടിൽ ക്യൂ നിന്നവരുടെ പെട്ടെന്ന് തന്നെ ദേവിയുടെ നടയിൽ എത്തിച്ച് അത്രയും തിരക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയായി. അപ്പൊ വണ്ടികളുടെ ബാഹുല്യം കാരണം എല്ലാ പാർക്കിംഗ് ഗ്രൗണ്ടുകളും ഫുള്ളാവുകയും പലപ്പോഴും മാറമ്പള്ളിയിൽ നിന്ന് ഭക്തജനങ്ങളെ ഇവിടേക്ക് മാറമ്പള്ളിയിൽ ഇറക്കിയിട്ട് ഭക്തജനങ്ങൾക്ക് ഇവിടേക്ക് നടന്നു വരികയും ചെയ്യേണ്ട അവസ്ഥ ശനി ഞായർ തീയതികളിൽ ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ ശനി ഞായർ തീയതികളിൽ ഭയങ്കരമായ ഒരു ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഇനിയും അടുത്ത ദിവസങ്ങളിലും ഇത് തുടരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഉമാമഹേശ്വരന്മാർ ഒരേ ശ്രീകോവിലിൽ വാണരുന്ന ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീജനങ്ങളാണ്. ഐശ്വര്യപൂർണമായ മംഗല്യം തേടി യുവതികളും ദീർഘമംഗല്യത്തിന് പ്രാർത്ഥിച്ച സുമംഗലികളും എത്തുന്നു. പട്ടും താലിയും നടക്കൽ സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. നൂലിൽ കോർത്ത സ്വർണ്ണത്താലി ചുവന്നപ്പട്ടിൽ വെച്ചാണ് സമർപ്പണം. വിവാഹത്തിനു മുമ്പ് പട്ടും പുടവയും വിവാഹത്തിനു ശേഷം പട്ടും താലിയും എണപ്പുടവയും ശ്രീ പാർവതി ദേവിയുടെ നടക്കൽ സമർപ്പിക്കുന്നു. ദീർഘമംഗല്യത്തിനും കുടുംബ ഐശ്വര്യത്തിനുമായി താലിക്കൂട്ടം സമർപ്പണവും ഉണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ താലിക്കൂട്ടമാണ് നടയിൽ വയ്ക്കുന്നത്. കൂടാതെ വാൽക്കണ്ണാടി, തൊട്ടിൽ, മഞ്ഞൾപ്പൊടി, എണ്ണ, നെയ്വിളക്കുകൾ, ധാര എന്നീ വഴിപാടുകളും പുഷ്പാഞ്ജലികളും നടതുറപ്പ് ഉത്സവ സമയത്ത് നടത്തിവരുന്നു. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി AN മോഹനന്റെ വാക്കുകളിലേക്ക്. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് ഈ തവണത്തെ നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഭക്തജനങ്ങളുടെ സുഗമമായ ദർശനത്തിന് സർക്കാരിന്റെ വിവിധ വകുപ്പുകളും 700 വാളണ്ടിയേഴ്സും വളരെ ഭംഗിപൂർവം പ്രവർത്തനങ്ങൾ നടത്തുന്നു. ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ ഒട്ടനവധി വിവിധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിലൊന്ന് എടുത്തു പറയേണ്ടത് തിരുവൈരാണിക്കുളം വെൽനസ് പാർക്ക്. രാവിലെ വൈകിട്ടും ആ വെൽനസ് പാർക്കിൽ വാക്കിങ്ങിന് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ സമീപ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഒരു വെൽനസ് പാർക്കാണ് തിരുവൈരാണിക്കുളം ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയുള്ള സമീപത്തുള്ള 3 പഞ്ചായത്തുകളിലെ വിവിധ ആളുകൾ രാവിലെയും വൈകിട്ടും അവിടെ വന്ന് നടക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യുന്നു. കുട്ടികൾക്കായിട്ട് ഒരു മിനി പാർക്കും അവർക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടി നടത്തുന്നു. ഈ നടതുറപ്പിന്റെ വിജയത്തിന് വേണ്ടി മറ്റു പ്രദേശങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും ജാതിമത ഭേദമന്യേ എല്ലാവരും തന്നെ നല്ല രീതിയിൽ സഹകരിക്കുകയും അതിനുവേണ്ട ഒരുക്കങ്ങളിൽ നമ്മളോടൊപ്പം പങ്കുചേരുകയും ചെയ്യും. സർവാഭരണങ്ങൾ അണിഞ്ഞും കസവുസാരിയെടുത്തും മുല്ലപ്പൂവും ചൂടിയാണ് കല്യാണരൂപിണിയായ ശ്രീ പാർവതി ദേവി ദർശനം നൽകുന്നത്. ദർശനത്തിനു ശേഷം പുറത്തിറങ്ങി മഹാദേവന്റെ നടയിൽ എള്ളുപറയും ശ്രീ പാർവതി ദേവിയുടെ നടയിൽ മഞ്ഞൾപ്പറയും നിറയ്ക്കുന്നു. അരി, പൂവ്, നെല്ല്, മലർ പറകളും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ദേവീപ്രസാദമായ അരവണപ്പായസം, അപ്പം, അവിൽ നിവേദ്യം എന്നിവ കൗണ്ടറുകളിൽ ലഭ്യമാണ്. പൂജകൾക്ക് ശേഷമാണ് പ്രസാദങ്ങൾ കൗണ്ടറുകളിലേക്ക് എത്തിക്കുന്നത്. 6 പ്രസാദങ്ങൾ അടങ്ങിയ പ്രസാദ കിറ്റും
ലഭ്യമാണ്. ക്ഷേത്ര ട്രസ്റ്റ് ഭക്തജനങ്ങൾക്കായി ഒരുക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പബ്ലിസിറ്റി കൺവീനർ MS അശോകന്റെ വാക്കുകളിലേക്ക്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം മഹാദാനം എന്ന് പറഞ്ഞ സംവിധാനത്തിലൂടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ സംഭാവനകൾ കൊണ്ട് ഒരു ദിവസത്തെ സംഭാവന പലരും നൽകുന്നുണ്ട്. ആ സംഭാവനകൾ കൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഇവിടെ വരുന്ന 1 ലക്ഷത്തിൽ വരുന്ന ഒരു ദിവസം 1 ലക്ഷത്തിൽ പരം വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം രാവിലെ 9 മണി മുതൽ ആരംഭിച്ച് വൈകിട്ട് ഏകദേശം 5 മണി വരെ അന്നദാനം നടത്തി വരുന്നു. അത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന വരുന്ന ഭക്തജനങ്ങൾക്ക് ആസ്പത്രി സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ അതായത് ഹോമിയോ, ആയുർവേദം, അലോപ്പതി എന്നിവയുള്ള വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ തന്നെ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ള പദ്ധതി, കുടിവെള്ളത്തിന് വരുന്ന അതായത് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ക്യൂവിൽ കൂടെ മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ദേവീ ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ. ആ ക്യൂവിൽ കൂടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ദേവീ ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള സമയത്ത് കുടിവെള്ളം, ബിസ്ക്കറ്റ് എന്നുള്ള കാര്യങ്ങളും ഈ ക്ഷേത്രത്തെ ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ബൃഹത്തായ ഒരു സംവിധാനമാണ് നമ്മുടെ ഈ സംവിധാനത്തിൽ ഈ ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത്. നടതുറപ്പ് മഹോത്സവം 23-ന് സമാപിക്കും.